ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവൻ ലഞ്ചിന് പോലും കഴിക്കാൻ പറ്റാവുന്ന ഗോതമ്പ് പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു കിടു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യണതെന്ന്. അപ്പോൾ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് നമ്മൾ. അതിലേക്ക് കുറച്ച് സവാള, ഒരു പകുതി സവാള കുഞ്ഞൊക്കെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക്. അതോടൊപ്പം തന്നെ ഒരു പച്ചമുളക് കുഞ്ഞൊക്കെ അരിഞ്ഞിട്ട് അതും നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് മതി നമുക്ക്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ അളവിലൊക്കെ മതിയാവും നമ്മുടെ തക്കാളി, അതായത് ഒരു മീഡിയം സൈസ് തക്കാളി പകുതിയൊക്കെ മതിയാവും. പിന്നെ കുറച്ച് മല്ലിയില കുഞ്ഞൊക്കെ അരിഞ്ഞിട്ട് അതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പെപ്പർ പൗഡറാണ് പിന്നെ ചേർക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ. അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഗരം മസാല പൗഡറും ചേർക്കുന്നുണ്ട്, 1/4 ടീസ്പൂൺ. പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ട പ്രധാന ഐറ്റം നമ്മളുടെ മുട്ടയാണ്. അത് 3 മുട്ട നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റെസിപ്പി ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള എഗ്ഗ് പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ അത് ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത്ര സിമ്പിളാണ്, അത്രയും ടേസ്റ്റുമാണ് കഴിക്കാൻ. പ്രത്യേകിച്ച് കറികളുടെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ചെറിയ ചൂട്ടോട് കൂടിയിട്ട് ചായയുടെ കൂടെയൊക്കെ തന്നെ കടിച്ച് കഴിക്കാവുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഗോതമ്പ് പൊടി നേരത്തെ തന്നെ നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുഞ്ഞു കുഞ്ഞു ബൗളുകളാക്കി വെച്ചതിലത്തെ ഒരു ബൗളെടുത്തിട്ട് ഇതാ നല്ല നൈസാക്കി പരത്തി എടുക്കുന്നുണ്ട്. ഇച്ചിരി വട്ടത്തിൽ നല്ല കനം കുറവിൽ തന്നെ നമ്മുടെ ചപ്പാത്തി പരത്തിയെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയുടെ മിക്സ് നടുവശത്തായിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയുടെ മിക്സ് ഒഴിക്കുമ്പോൾ ഒട്ടും പരന്നൊന്നും പോകില്ല. എന്ന് വെച്ചാൽ കഷ്ണങ്ങളൊക്കെ ഉള്ള കാരണം, വെജിറ്റബിൾസ് ഉള്ള കാരണം ഒന്നും അങ്ങനെ സ്പ്രെഡായി പോകില്ല. ഇതാ ഈ രീതിയിൽ നമ്മൾ എന്നിട്ട് 4 സൈഡും മടക്കി കൊടുക്കണം. അപ്പോൾ മടക്കി കൊടുക്കുമ്പോൾ ജസ്റ്റ് 2 സൈഡുകളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ മുട്ടയുടെ മിക്സ് പുറത്തേക്ക് വരില്ല. ഇതാ ഇതേപോലെ 4 സൈഡും ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് മടക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് എങ്ങാനും ഇത് വിട്ടു പോരുമെന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളം നനച്ചിട്ട് സൈഡുകളൊന്ന് ഒട്ടിച്ചു കൊടുത്തോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ വിട്ടു പോരൊന്നുമില്ല. ഇനി അഥവാ ടെൻഷൻ ഉണ്ടെങ്കിൽ ഈ 4 വശങ്ങൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം, പൊന്തി നിൽക്കുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് നനച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം. നമ്മുടെ ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് മൊരിയിച്ചെടുക്കുക. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ചപ്പാത്തി വേവിക്കണ പോലെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടല്ല, ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളുടെ എഗ് പൊറോട്ട റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ കട്ടി കൂടുതലും നമ്മളുടെ എഗ്ഗിൻ്റെ മിക്സ് ഒക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ റെഡിയാക്കാൻ. അപ്പോൾ ഒരെണ്ണം ഏകദേശം റെഡിയായ സമയത്ത് ഞാൻ അടുത്തതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും 8 എണ്ണം വരെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ, ഈ ഒരളവിൽ നിന്ന്, ഈ ഒരു അളവ് മിക്സിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞു വെറൈറ്റി റെസിപ്പീസായിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ, താങ്ക് യു.